അല്ല എന്റെ സൈക്കിളാണല്ലോ ഇപ്പൊ ഇവിടെ പ്രശ്നം. ഏട്ടാ, മനസ്സിലോർക്കാത്ത പറയരുത്. ഏട്ടന്റെ ഏട്ടത്തിന്റെ സുരക്ഷ കരുതി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ സൈക്കിൾ എവിടെ പോയി? നീ കൂടുതലൊന്നും പറയണ്ട, അത് പറഞ്ഞാ മതി. അവൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ അവനോട്? നീ മിണ്ടരുത്, മാറി നിൽക്കാം അങ്ങോട്ട്. രാജേട്ടാ, എന്താ ഇതൊക്കെ? എന്താ നീയും എന്നെ സംശയിക്കുകയാണോ? അതെ, ഞാൻ തന്നെ എടുത്തത്. പാതിരാത്രി എനിക്ക് വിശന്നപ്പോ ഞാൻ എടുത്ത് പുഴുങ്ങി തിന്ന്. ഹോ, തലവേദന പിടിച്ച സൈക്കിള്. നിനക്കെങ്ങനെയാണ് എന്റെ സൈക്കിൾ തലവേദനയായത്? നീ എന്താ എന്റെ സൈക്കിൾ ചെയ്തത്? സത്യം പറഞ്ഞാൽ ഞാൻ പോലീസിൽ പറയും. കൊണ്ടുപോയി പരാതി കൊടു, അവരെ വന്ന് തെളിവെടുക്കട്ടെ. നീ വിഷമിക്കണ്ട, ഈ ചേട്ടനെ അനിയനെയും നമുക്കറിയത്തില്ലയോ. എന്നാലും ഏട്ടത്തി, നമ്മുടെ സൈക്കിൾ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു. ഇത് നിന്റെ ചേട്ടൻ്റെ സൈക്കിളല്ലേ? അതെ. വാടാ, പൈസ കടവില്ല. നീ എന്താ, നീ ആരാ നടന്നിട്ട് വിചാരം? ഇങ്ങോട്ട് വാ, നീ കയറാ വണ്ടിയില്. വണ്ടിയെ കയറാ, മര്യാദയ്ക്ക് വണ്ടിയെ കയറിയിരുന്നോ? കേറ് നീ. നീ വണ്ടി സൈക്കിൾ കയറ്റാ. നീ വിട്ടോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. എന്താ പ്രശ്നം? ഇറങ്ങടാ, ഇറങ്ങടാ കാട്ടുകള്ളാ. നിന്റെ അന്തസ്സ് പറച്ചില്. അഴിച്ചിറക്ക്. നമ്മുടെ സൈക്കിൾ അഴിക്കടാ, എടുക്കടാ, പിടിച്ചിറക്ക്, എടുത്ത് കൊടു, എടുക്ക്. എന്റെ സീറ്റ് പൊട്ടിച്ച്. ഞാൻ തന്നെ കുറുപ്പ്. അന്ന് വേലാതൻ റോഡ് തള്ളിയിട്ടെ അതേ ഞാൻ തന്നെ. ഏട്ടത്തി, ഇവിടെ ചിലരെന്നെ കള്ളനായിട്ടാണ് കണ്ടത്. ആഴ്ചകളായി വേണ്ടിയിട്ട് തന്നെ. ആണോ വേലേതാ? അയ്യോ, മിസ്റ്റേക്ക്. ഓഹ്, എടാ മോനെ, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടവരാ നിങ്ങളും ഈ സൈക്കിളും. ആ വേലേതാ, ഞാനിത് തരാനിരുന്നതാ. കാരണം ഞാനാണല്ലോ ഇത് കട്ടുകൊണ്ട് പോയത് അന്ന് റോഡ് തള്ളിയുടെ ദേഷ്യത്തിന്. ഏട്ടാ, ഞാൻ ഇവനെ ഒന്ന് പോലീസിൽ ഏൽപ്പിച്ചിട്ട് വരാം. എന്തിനാ പോലീസ്? ഒന്ന് പറ, എന്തിനാ വെറുതെ? ഞാൻ ഒരു പാവമില്ലയോ? വേണ്ട, അയാളെ വിട്ടേക്ക്. ഞാനാണ് അയാളോട് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇത് അതിൻ്റെ പ്രായശ്ചിത്തമാവട്ടെ. ഏട്ടാ, ഇവൻ പെരും കള്ളനാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. വിട്ടേക്കാൻ ഏട്ടൻ പറഞ്ഞല്ലേ രാജേഷേ. അല്ല സാറേ, ഇന്ന് എന്നെ കണ്ടില്ലെങ്കിലും ഈ സൈക്കിളോട് ഞാൻ ഇങ്ങോട്ട് വരാനിരുന്നതാ. കാരണം രാത്രിക്ക് വേണ്ടി ഞാൻ കാത്തു നിന്നതാ. ദിനേശനൊന്നും വിവരം അറിഞ്ഞിട്ടേയില്ല. ഞാൻ ദിവസവും ദിനേശിനൊപ്പം പോവുകയും വരികയും ചെയ്യുന്നതല്ലേ. സൈക്കിൾ പോയ കഥയും അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ദിനേശൻ എന്നോട് പറഞ്ഞിരുന്നു. കുറുപ്പ് പോയിക്കോ. വളരെ ഉപകാരം. ഇന്നത്തെ ദിവസം കുറേ തീ തിന്നു. ഓഹോ, സാരല്ല, എന്നോട് കുറുപ്പ് പോയിക്കോ. ക്ഷമിക്കണം സാറേ. നല്ല പഴം നമ്മുടെ വീട്ടിലുണ്ടായതാ.